ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൽ ഹദീദ് 14-15 വചനങ്ങളാണ് പുതിയ പാഠമായി പാരായണം ചെയ്യാനുള്ളത്. ഈ വചനങ്ങളിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങൾ. ഒന്നാമതായി യുനാദൂനഹും, ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിന മീം. അപ്രകാരം അലം, ഈ പദത്തിൻ്റെ അന്ത്യത്തിൽ വീണ്ടും ഈ വചനത്തിൽ ധാരാളം സാക്കിന മീമുകൾ വരുന്നുണ്ട്. ഇവിടെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കണം. യുനാദൂനഹും അലം നകുൻ നകും മഅകും. നകുൻ എന്ന പദത്തിലെ സാക്കിന നൂൻ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി നകും മഅകും എന്ന് പാരായണം ചെയ്യണം. വലാകിന്നകും, ഈ പദത്തിലെ നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ മണിക്കണം. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീം. അപ്രകാരം അടുത്ത പദത്തിൻ്റെ അന്ത്യത്തിൽ വീണ്ടും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും, ഈ പദങ്ങളുടെ ഒക്കെയും അന്ത്യത്തിൽ വന്നിട്ടുള്ള സാക്കിനായ മീമുകൾ എല്ലാം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടവയാണ്. ഇതിൽ ഫഇനും വാവിനും മുമ്പിൽ സാക്കിനായ മീം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫഉം വാവും ഷഫവിയായ അഥവാ ചുണ്ടിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളായതിനാൽ സാക്കിനായ മീം അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. അതിനാൽ വ്യക്തമായി സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. വലാകിന്നകും ഫതൻതും, ഫതൻതും, ഈ പദത്തിലെ സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ഫതൻതും. അപ്രകാരം അൻഫുസകും, ഈ പദത്തിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി. ഇപ്രകാരം സാക്കിനായ മീമുകളെയെല്ലാം ഇൽഹാർ ഷഫവി ചെയ്തുകൊണ്ടും രണ്ട് സാക്കിനായ നൂനിനെയും ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ടും ഉച്ചരിക്കണം എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വരുന്ന തഫ്ഖീമിൻ്റെ ഹർഫുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. വതറബ്ബസ്തും, റാ, സ്വാദ്, ഇവ രണ്ടും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വർതബ്തും, റാ തഫ്ഖീം. വഗറത്കും, ഗൈന റാ തഫ്ഖീം ചെയ്യണം. അൽ അമാനിയു, വഗറത്കുമുൽ അമാനിയു. ഇവിടെ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘമാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അംറുല്ലാഹ്, അംറു, ഈ പദത്തിലെ സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അംറുല്ലാഹ്. വഗറത്കും, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമ്. വഗറത്കും, ഇതിലെ ഗൈന റാ, ഇതൊക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളാണ്. വീണ്ടും അൽ ഗറൂർ, ഗൈന റാ, വീണ്ടും റാ, എല്ലാം തഫ്ഖീമിൻ്റെ പെരുപ്പിച്ചുച്ചരിക്കേണ്ട ഹർഫുകളാണെന്നർത്ഥം. അടുത്ത വചനത്തിൽ ഫൽ യൗമ ലാ യുഖദു, യുഖദു എന്ന് പറയണം. ഹംസ വ്യക്തമാക്കി. ഷിദ്ദത്തിൻ്റെ ഹർഫാണ് ഹംസ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ യുഖദു മിൻകും, ഇതിൽ സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മിൻകും ഫിദിയ, സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഫാഇന് മുമ്പിലായതിനാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ഫിദിയതുൻ വല, തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. ഫിദിയതുൻ വല. ശേഷം മഅ്വാകുമുന്നാറു, മഅ്വാകും, ഇതിലെ ഹംസയെ ഷിദ്ദത്തോടുകൂടി മഅ്വാക്കും എന്നുച്ചരിക്കണം. മഅ്വാക്കും തെറ്റാണ്,
വാക്കും. അന്നാറു നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മൗലാക്കും വബിസ സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. വീണ്ടും സാക്കിനായ ഹംസ ബിസ ബിസ ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്, വ്യക്തമാക്കി അത് ഉച്ചരിക്കണം. ബിസ എന്ന് തന്നെ പറയണം. ബീസ എന്ന് പറയുന്നത് തെറ്റാണ്. ബീസ എന്നോ ബീസ എന്നൊന്നും പറയരുത്. അൽ മസീർ സ്വാദിന് തഫ്ഖീം കുറഞ്ഞ തഫ്ഖീം മാത്രം കസ്റായതുകൊണ്ട് അൽ മസീർ. റായിനെ തർക്കീഖ് ചെയ്ത് നേർപ്പിക്കണം. മസീർ എന്ന് പറയണം. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യുനാദൂനഹും അലം നകും മഅകും قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور فاليوم لا يؤخذ منكم فدية ولا من الذين كفروا مأواكم النار هي مولاكم وبئس المصير. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. ഇന്ന് നാം പുതിയ പാഠമായി പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഹദീദ് 16, 17, 18 വചനങ്ങളാണ്. ഈ ആയത്തുകളിൽ പ്രധാനമായും നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് വശങ്ങൾ: അലം യ നി സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകണം. യ നി എന്ന് പറയുമ്പോഴുള്ള ഹംസയുടെ ഉച്ചാരണം കഴിഞ്ഞ വചനങ്ങളിൽ സൂചിപ്പിച്ച പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക. യ നി അത് യ നി എന്നൊന്നായി പോരുത്. യ നി ലില്ലദീന ആമനൂ. ആ വാവിൻ്റെ ദീർഘം അൽ മദ്ദുൽ മുൻഫസിൽ എന്ന ജായിസായ ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ വാവിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൻ തഖ്ശഅ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തഖ്ശഅ ഖാ ഐന് ഹൽഖിയായ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഖാഇന് തഫ്ഖീമുണ്ട്, ഐനിന് തഫ്ഖീമില്ല. തഖ്ശഅ ഖുലൂബുഹും ഖാഫ്. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനായ മീം ഇൽഹാർ ഷഫവിയാണ്, മണിക്കരുത്. ലിദിക്രില്ലാഹി കാഫ് ഷിദ്ദത്തും ഹംസും ഒരുമിച്ച് കൂടിയ ഒരു ഹർഫാണ് കാഫ്. ലിദിക്രില്ലാഹി ലെ ലിദിക്രില്ലാഹിയും തീരെ ഹംസില്ലാതെ ഉച്ചരിക്കരുത്. ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖി. ഖാഫിന് കസ്റ അതിനാൽ കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. വലാ യകൂനൂ كالذين أوتوا الكتاب من قبل സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിലും തഫ്ഖീം ഉണ്ടാവണം. മിൻ ഖബലു ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഫതാല അലൈഹിം അല്ലേ. ഫതാല ത്വാഇൻ്റെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിൻ്റെയും ഉച്ചാരണത്തിൽ തഫ്ഖീം നിലനിൽക്കണം. ഫതാ ഏറ്റവും ഖവിയായ ഹർഫാണ് ത്വാ, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്, നമ്മൾ മനസ്സിലാക്കി. ഫതാല അലൈഹിമുൽ അമദു അൽ അമദു ഫഖസത് ഖുലൂബുഹും. ഫഖസത് താഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ.
തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം ബിഗുന്ന. ശേഷം വരുന്ന സാക്കിന നൂൻ ഇൽഹാർ ഹൽക്കി, മീം ഇൽഹാർ ഷഫവി, ഒന്നും മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇഅ്ലമു, അവിടെ ഇഅ്ലമു എന്ന് പാരായണം ചെയ്യണം. സാലിസുൽ ഫിഅലിന് ഫത്ഹാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹംസത്തുൽ വസ്ൽ ചേർത്ത് വായിക്കുമ്പോൾ കളയേണ്ടതായ ഹംസ ഫിഅലിൽ വരുമ്പോൾ, ക്രിയകളിൽ വരുമ്പോൾ മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ഉണ്ടെങ്കിൽ ഹംസക്ക് കസ്ർ കൊടുക്കണം. ദമ്മ ആണെങ്കിൽ ഹംസക്ക് ദമ്മ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇഅ്ലമു എന്ന് വായിക്കണം. ഇഅ്ലമൂ, വാവിനെ മദ് മുൻഫസിൽ നൽകി ദീർഘിപ്പിക്കാവുന്നതാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അന്നല്ലാഹ, നൂൻ മുഷദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. യുഹ്യിൽ അർദ ബഅദ മൗതിഹാ, ഐന് റാ ദ്വാദ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്, തഫ്ഖീം ചെയ്യപ്പെടുന്ന അക്ഷരങ്ങൾ. ഖദ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ബയ്യന്ന, നൂൻ മുഷദ്ദദ മണിക്കുക. ലകുമുൽ ആയാതി, അൽ ആയാതി, ലഅല്ലകും തഅഖിലൂൻ, തഅഖിലൂൻ ശ്രദ്ധിച്ചോതുക. സാക്കിന മീം ഇൽഹാർ ഷഫവി, ഐന് ഖാഫ്, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം. ഇന്നൽ മുസ്സദ്ദിഖീന, പലപ്പോഴും തെറ്റിക്കാറുള്ളൊരു പദമാണ് പലരും. മുസദ്ദിഖീന എന്ന് പറയും. മുസദ്ദിഖും മുസ്സദ്ദിഖും രണ്ടും രണ്ട് പദങ്ങളാണ്, വ്യത്യസ്തങ്ങളായ രണ്ടർത്ഥങ്ങളാണ്. മുസദ്ദിഖ് തസ്ദീഖിൽ നിന്നുള്ളതാണെങ്കിൽ മുസ്സദ്ദിഖ് മുതസദ്ദിഖാണ്. മുതസദ്ദിഖ് മുസ്സദ്ദിഖ് ആയതാണ്. തസദ്ദഖ യതസദ്ദഖുവിൽ നിന്നുള്ളതാണ് മുതസദ്ദിഖ്. അത് മുസ്സദ്ദിഖ് എന്ന് പാരായണം ചെയ്യുന്നു. മുദ്ദസ്സിർ, മുദ്ദക്കിർ അല്ലേ, ഫഹൽ മിൻ മുദ്ദക്കിർ അല്ലേ, മുദ്ദക്കിർ, മുതദക്കിർ, മുദ്ദക്കിർ ആയതുപോലെ ഇവിടെ മുസ്സദ്ദിഖ്, മുതസദ്ദിഖ്, മുസ്സദ്ദിഖീന വൽ മുസ്സദ്ദിഖാതി. സ്വാദ്, ഖാഫ്, ഖാഫിൻ്റെ ഫത്ഹ്, അലിഫ്, ദീർഘം ഇതൊക്കെ ശ്രദ്ധിക്കണം, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. വഅഖറദു, ഖാഫ് റാ ദ്വാദ്, അഖ എന്ന ഖാഫിൻ്റെ സുക്കൂൻ ഖൽഖല നൽകണം, തഫ്ഖീമിൻ്റെ ഹർഫാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. റാ ദ്വാദ് ഒക്കെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ. വീണ്ടും അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, ഇതിലെ ലാമും അതിൻ്റെ ദീർഘവും ഒക്കെ തഫ്ഖീം നൽകേണ്ട അക്ഷരങ്ങളാണ്. ഖർദൻ, റാ ദ്വാദ്, ഖർദൻ ഹസനൻ യുദാഅഫു, ഹസനൻ. ഖർദൻ എന്നതിലെ തൻവീൻ ഇൽഹാർ ഹൽക്കിയുടെ തൻവീനാണ്. ഹസനൻ എന്നതിലെ തൻവീൻ ഇദ്ഗാം ബിഗുന്നയുടെ തൻവീനാണ്. രണ്ടും എഴുതിയതിൻ്റെ രൂപ വ്യത്യാസം ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഖർദൻ എന്ന തൻവീൻ എഴുതിയതും ഹസനൻ എന്ന തൻവീൻ എഴുതിയതും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തേതിന് ഇദ്ഗാം ചെയ്യണം. ഹസനൻ യുദാഅഫു ലഹും വലഹും അജ്റുൻ കരീം. അതിൽ വരുന്ന സാക്കിന മീമുകളൊക്കെയും ഇൽഹാർ ഷഫവി. അജ്റുൻ എന്നതിലെ തൻവീൻ ഇഖ്ഫാ ചെയ്തുകൊണ്ട് അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. ഇഖ്ഫാ ഹഖീഖി. ബാറകല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم
وكثير منهم فاسقون. اعلموا أن الله يحيي الأرض بعد موتها قد بينا لكم الآيات لعلكم تعقلون. إن المصدقين والمصدقات وأقرضوا الله قرضا حسنا يضاعف لهم ولهم أجر كريم.